പ്രിയപ്പെട്ട വൈദികർ, നിങ്ങൾക്ക് നേരെ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷേക അധികാരത്തിൽ പങ്കുപറ്റിക്കൊണ്ട് നിങ്ങളെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. പരിശുദ്ധ ലയോ 14 മാർപ്പാപ്പയോടും കർദിനാൾ തിരുസംഘത്തോടും മെത്രാൻ തിരുസംഘത്തോടും ഈ അതിരൂപതയുടെ അധ്യക്ഷന്മാരോടും സഭാവിശ്വാസികളോടുമൊപ്പം ഇതാ ദൈവജനമേ, നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിച്ചുകൊണ്ട് അഭിഷിക്തർ പ്രാർത്ഥിക്കുന്ന ഒരു അത്ഭുത സമയം. നിങ്ങൾ വിശ്വസിച്ചു കൊള്ളുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിച്ച കൗദാശിക ജീവിതത്തിന്റെ ശക്തി ജ്വലിപ്പിക്കുന്ന സമയമാണ്. ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസ അനുഭവങ്ങളിൽ കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏതെങ്കിലും തളർച്ചയിലൂടെ കടന്നു പോകുന്നെങ്കിൽ, എന്തെങ്കിലും പൈശാചിക പീഡകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, എന്തെങ്കിലും മാനസിക പിരിമുറുക്കങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഇതാ ഞങ്ങൾ വൈദികർക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷേക അധികാരത്താൽ നിങ്ങളെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മേലൊരു അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ. എല്ലാ രോഗങ്ങളും രോഗപീഠകളും യേശുവിന്റെ അത്ഭുത നാമത്തിൽ ശാസിച്ച് പുറത്താക്കി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കണം, എല്ലാവരും പരിശുദ്ധാത്മാവേ 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 എന്ന് വിളിച്ച് പരിശുദ്ധാത്മാവിന്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ കോട്ട ആശ്രമത്തിലെ എല്ലാ അഭിഷിക്തരോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ശുശ്രൂഷ വഴികളിൽ ഞങ്ങളെ കരം പിടിച്ച് നടത്തിയ എല്ലാ അഭിഷിക്തരോടും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാലാകാലങ്ങളായി ദൈവജനത്തെ പീഡിപ്പിക്കുന്ന സകല തിന്മയുടെ കെട്ടുകളും അഴിയപ്പെടട്ടെ. കാലാകാലങ്ങളായി കുടുംബങ്ങളെ പിടികൂടിയിരിക്കുന്ന സകല പൈശാചിക പീഡകളും കെട്ടഴിയപ്പെടട്ടെ. പാരമ്പര്യമായിട്ട് കടന്നു വരുന്ന രോഗങ്ങളും രോഗപീഠകളും യേശുവിന്റെ അത്ഭുത നാമത്തിൽ കെട്ടഴിയപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. ഒരു കാരണവശാലും ഒരു തിന്മയും ഈ കൂട്ടായ്മയെ തൊടാതിരിക്കട്ടെ. പല ജാതിയിലും മതത്തിലും വർഗത്തിലും ഭാഷയിലും പെട്ട ദൈവജനമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കുമെന്നുള്ള ദൈവവചനത്തിന്റെ ശക്തിയില ഈ ദൈവ കൂടാരത്തിൽ നിന്നുകൊണ്ട് ദൈവജനത്തെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കാരണവശാലും ഒരു തിന്മയും ഈ ദൈവജനത്തെ തൊടാതിരിക്കട്ടെ. 1 യോഹന്നാൻ 4:4 തിരുവചനം, എന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷേക അധികാരത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അധികാര ശക്തിയിൽ ഞങ്ങൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സാത്താനെ, സാത്താന്റെ തിന്മയുടെ ആധിപത്യങ്ങളെ കെട്ടുവിട്ടു പോവട്ടെ. ഒരു വലിയ അഭിഷേകം വെളിപ്പെടട്ടെ. ഒരു വലിയ അഭിഷേകം വെളിപ്പെടട്ടെ. ശക്തിബല അഭിഷേകം വെളിപ്പെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.